ഹലോ നമസ്കാരം. ജി ലൈവ് മീഡിയയിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ജി ലൈവ് മീഡിയയിലേക്ക് വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളുള്ളത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലാണ്. വിഷൻ ആൻഡ് മിഷൻ 2013 ഭാഗമായി കേരളത്തിലുടനീളം ജി ലൈവ് മീഡിയ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് BJPയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ നോർത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനാണ്. വളരെയധികം രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിലെ ഒരാളാണ്. അപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്ന വികസിത ഭാരത സങ്കല്പങ്ങളെ കുറിച്ചൊക്കെയാണ് അവർ നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ചേച്ചി, ജി ലൈവ് മീഡിയയിലേക്ക് സ്വാഗതം. സന്തോഷം. നമ്മൾ അടുത്ത 5 വർഷം വിഷൻ ആൻഡ് മിഷൻ, എന്തൊക്കെ വിഷനാണ് എന്തൊക്കെ മിഷനാണ് ഭാരതീയ ജനതാ പാർട്ടി ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ ചേച്ചി ഉൾപ്പെടുന്ന 4 നിയമസഭാ മണ്ഡലങ്ങളും ഒരുപാട് പഞ്ചായത്തുകളും അതുപോലെ മുനിസിപ്പാലിറ്റികളൊക്കെയുള്ള സ്ഥലത്തുണ്ട്. അവിടെ എങ്ങനെയാണ് അടുത്ത 5 വർഷം കാണാൻ ആഗ്രഹിക്കുന്നത്? തൃശ്ശൂർ നോർത്ത് ജില്ല എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് 29 പഞ്ചായത്തും 4 മുനിസിപ്പാലിറ്റികളും അടങ്ങുന്ന 4 നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അതിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം വലുതാണ്. ഗുരുവായൂർ എന്ന് പറയുന്നത് ഭക്തജനങ്ങൾ ഒരുപാട് എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് എന്ന് മാത്രമല്ല, നിരവധിയായിട്ടുള്ള ആളുകൾ ഭക്തജനങ്ങൾ ഇവിടെ വന്ന് താമസിക്കാനോ അവസാന കാലം ഇവിടെ തന്നെ ആകണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ ഫ്ലാറ്റുകളും മറ്റുമൊക്കെ എടുത്ത് താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. തദ്ദേശവാസികളായിട്ടുള്ള നിരവധി പേർ കാരണം അവർക്ക് പ്രത്യേകമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ അവരുടേതായിട്ടുള്ള ചില പങ്കുകൾ വഹിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തദ്ദേശവാസികളും ഇവിടെ നിന്ന് വിട്ടുപോകാനാവാത്തവരും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ താമസിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവരും അത് നമ്മുടെ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതവുമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്താതെ പോയത് കൊണ്ട് തന്നെ വലിയ വിപത്തുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഗുരുവായൂരിൽ കുടിവെള്ളം എന്ന് പറയുന്നത് മലിനമായിക്കൊണ്ട് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നമ്മൾ അത് പലയിടത്തും ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടുകളുമായിട്ട് ഇവിടെ പലരും നമുക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു വലിയ വിപത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുമ്പോഴും ഭരണകൂടം ഇപ്പോഴും അഴുക്കുചാൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലൂടെ ഇതെല്ലാം ഈ പരിഹാരമായിട്ട് ഇത് എല്ലാം പരിഹാരം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള അഴുക്കുചാൽ പദ്ധതി എന്ന് പറയുന്നത് നമുക്കറിയാം 50 വർഷം മുമ്പ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച അഴുക്കുചാൽ പദ്ധതിയാണ് 50 വർഷത്തിന് ശേഷം എന്ന രീതിയിൽ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ തന്നെ അപാകത നമുക്ക് വ്യക്തമാണ്. കാരണം അത്രയും പഴകിയ ഒരു പദ്ധതിയാണ്. ജനസാന്ദ്രത അതിനുശേഷം എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഏകദേശ ധാരണയുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു പദ്ധതി അതൊരു പഴകിയ പദ്ധതിയാണെന്ന് മാത്രമല്ല അപര്യാപ്തമായിട്ടുള്ള പദ്ധതിയാണ്. നിലവിലെ സാഹചര്യത്തിന് പോലും അത് അനുയോജ്യമല്ല. അപ്പോൾ എങ്ങനെയാണ് അടുത്ത ഒരു 5 വർഷം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ജനസാന്ദ്രതയെ അഭിമുഖീകരിക്കുവാൻ പറ്റുന്ന രീതിയിൽ ഈ അഴുക്കുചാൽ പദ്ധതി ശരിയായിട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക? അപ്പോൾ ഈ അഴുക്കുചാൽ പദ്ധതി കൃത്യമായാലാണ് കുടിവെള്ളത്തിൽ മാലിന്യം എന്നുള്ള പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുടിവെള്ള പദ്ധതികൾ നിരവധിയായിട്ടുള്ള പദ്ധതികളിലൂടെ കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ ഉൾപ്പെടെയുള്ളത് കൊണ്ടുവന്നിട്ട് അതുപോലെ തന്നെ പ്രാദേശികമായിട്ട് പദ്ധതികൾക്ക് കേന്ദ്ര സഹായം എത്തിക്കുന്നതുമുണ്ട്. അപ്പോൾ കുടിവെള്ളം നിർബന്ധമായിട്ടും മാലിന്യമുക്തമായിട്ടുള്ള കുടിവെള്ളം എന്ന് പറയുന്നത് ഒരു ജന്മാവകാശമാണെന്ന രീതിയിൽ തന്നെ കരുതേണ്ട കാര്യമാണ് ഒരു പൗരനെ സംബന്ധിച്ച്. അപ്പോൾ ആ അവകാശം നിഷേധിക്കരുത് എന്ന് കരുതിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതികൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലും അത് കൃത്യമായിട്ട് നടപ്പിലാകാതെ പോകുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ കൗൺസിലർമാർക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മത്സരിച്ച് ജയിച്ച 2 കൗൺസിലർമാർക്കും ഒരു പരാതിയുമായിട്ട് MP-യുടെ മുമ്പിലേക്ക് കേന്ദ്രമന്ത്രിയുടെ മുമ്പിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. കാരണം അമൃത് പദ്ധതിയിൽ വരുന്ന കുടിവെള്ളം അത് ഈ വാർഡുകളിലേക്ക് കൊടുക്കാതിരിക്കുവാൻ ഇടതുപക്ഷത്തിന്റെ ഭരണകൂടത്തിന്റെ കീഴിൽ നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടക്കാർക്ക് മാത്രം ഗുണം കിട്ടണം എന്ന രീതിയിലേക്ക് ഈ പദ്ധതി അട്ടിമറിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യവും പറഞ്ഞുകൊണ്ട് അവർക്ക് കേന്ദ്രമന്ത്രിയെ സമീപിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ എത്രത്തോളം ജനങ്ങൾക്ക് ദുരിതം സമ്മാനിക്കുന്ന രീതിയിലേക്കാണ് ഈ പക്ഷപാതം സ്വജനപക്ഷപാതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ നോക്കണം.
കേന്ദ്ര പദ്ധതികൾ പോലും സ്വാർത്ഥ ലാഭത്തിനായിട്ട് ഉപയോഗിക്കുന്നു, രാഷ്ട്രീയ ലാഭത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലവിലെ ഈ സാഹചര്യത്തിൽ ജനങ്ങൾ വളരെയധികം ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളത് പറയാൻ കാരണം. അപ്പോൾ ഗുരുവായൂരിനെ സംബന്ധിച്ച്, ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഏറ്റവും പവിത്രമായിട്ട് നമ്മൾ കരുതുന്ന ഗുരുവായൂർ ക്ഷേത്രം നിൽക്കുന്ന ഈ സ്ഥലത്ത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ആ പ്രശ്നങ്ങൾക്കൊരു സ്ഥായിയായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. അതിനായിട്ടുള്ള പദ്ധതികളുമായിട്ട് ഞങ്ങൾക്ക് വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു കാര്യമാണ്, കേന്ദ്രം ഭരിച്ചത് കൊണ്ട് മാത്രം, കേന്ദ്രത്തിൽ ഭരണമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ ഒരു പദ്ധതി കൊണ്ടുവരാൻ എളുപ്പമല്ല. കാരണം പദ്ധതികൾ ഇവിടെ ആവശ്യപ്പെടുകയും ഇവിടെ കൃത്യമായിട്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ MP ലാഡ്സിലാണോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഉപയോഗിച്ചോ നടപ്പിലാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് ആ പദ്ധതിയുമായിട്ട് നമ്മളെ സമീപിക്കുകയോ, നമ്മൾ ആവശ്യപ്പെടുന്ന പദ്ധതികൾ, നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്, ആ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള സഹായം ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട്, അതായത് ഞങ്ങളിത് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് അത് നമുക്ക് അതിലൂടെ നടപ്പിലാക്കാൻ വേണ്ട സഹായങ്ങൾ വേണം എന്നുള്ളതും ഇവർ അറിയിക്കുകയും വേണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് നമുക്കിത് ഇവിടെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി അല്ലെങ്കിൽ ഒരു പ്രതിബന്ധമായിട്ട് ഇപ്പോഴുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പറയുന്നത് ഡബിൾ എഞ്ചിൻ സർക്കാരിനെ കുറിച്ചാണ്. ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നാലുള്ള ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് പല സംസ്ഥാനങ്ങളിലും വളരെയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. വികസനത്തിന്റെ മുരടിപ്പുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന സംസ്ഥാനങ്ങൾ പോലും ഇപ്പോൾ മുന്നോട്ട് വരുന്നത് അവിടെ ഒരേ രീതിയിൽ വികസനത്തിന്റെ കാഴ്ചപ്പാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്ന, കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരേ ചിന്താഗതിയുള്ളവർ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിനെ സംബന്ധിച്ച് കേരളീയർ മുമ്പേ തന്നെ നമുക്ക് ആ രീതിയിലൊക്കെ പറയുകയാണ്, ഗുരുവായൂരൊക്കെ ഡെവലപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഡെവലപ്ഡ് മെന്റാലിറ്റിയുമായിട്ട്, കാരണം എഡ്യൂക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇവിടെ ഇല്ലെങ്കിലും പുറത്തു പോയാലും വിദ്യാഭ്യാസം നേടിക്കൊണ്ടു പോകുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ദുരിതങ്ങൾ വരുന്നത് എങ്കിൽ അവിടെയാണ് നമ്മുടെ പ്രശ്നം ഇരിക്കുന്നത്. അത് പരിഹരിക്കണമെങ്കിൽ, ഇവിടുത്തെ നിലവിലെ ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിക്കണമെങ്കിൽ അതേ രീതിയിൽ ചിന്തിക്കുന്ന, വികസനം അഴിമതിയില്ലാതെ നടക്കുകയും ആ അഴിമതിയില്ലാത്ത വികസനം ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികളിലേക്ക് പോകുകയും വേണം. അതില്ലാത്തതാണ് ഇപ്പോഴത്തെ വിഷയം. അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്ന വിധം ഞങ്ങൾ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങളിലും നമുക്ക് കേന്ദ്രമന്ത്രിയോട് നേരിട്ടുള്ള ഇടപെടൽ നമുക്ക് നടത്തിക്കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും ഈ അഴുക്കുചാൽ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങളുടെ ശ്രദ്ധയും അതുപോലെ തന്നെ അത് പരിഹരിക്കുവാൻ വേണ്ട കാര്യങ്ങളും ഉണ്ടാകും. ഒന്ന്. രണ്ടാമതായിട്ട്, ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സെക്യൂരിറ്റി ത്രെഡ് ഉണ്ട്. അതായത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രം നിൽക്കുന്ന ഒരു സ്ഥലം എന്നുള്ള ആ രീതിയിൽ തന്നെ ഏറ്റവും അധികം സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. ആ സുരക്ഷിതത്വത്തിലും വീഴ്ചയുണ്ട്. ഇപ്പൊ 4 കോടി കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതിയിലാണ് സെക്യൂരിറ്റി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആ സെക്യൂരിറ്റി ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ ഉദ്ഘാടനത്തിന്റെ ശിലാഫലകം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലെ ആ വഴിപാട് കൗണ്ടറിനോട് ചേർന്ന് വലിയൊരു ഫലകം പതിച്ചിരിക്കുകയാണ്. 4 കോടി ചെലവാക്കിയ പ്രസാദ് പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ. ഏറ്റവും വലിയ മോശമാണ് അതിലൂടെ ചെയ്തിരിക്കുന്നത്. കാരണം ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തിന്റെ ഒരു തരത്തിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനവും പ്രസാദ് പദ്ധതിയിൽ ചെയ്തിട്ടുള്ളത് സെക്യൂരിറ്റി ക്യാമറയുടെ ഉദ്ഘാടനമാണ്. 4 കോടിയുള്ള സെക്യൂരിറ്റി ക്യാമറയുടെ പ്രവർത്തനം പരിശോധിക്കുവാൻ എത്രത്തോളം അത് കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കണക്റ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞാലും എന്തുകൊണ്ടാണ് ഇപ്പോഴും, ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി കുട്ടിയുടെ കാലിൽ നിന്ന് സ്വർണ്ണ കട്ട് ചെയ്ത് കൊണ്ടുപോയതൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാതെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി സംബന്ധമായ ബ്രീച്ചിനെ കുറിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, പ്രസാദ് പദ്ധതിയിലൊക്കെ 100% കേന്ദ്ര പദ്ധതിയാണ്. 100% കേന്ദ്ര പദ്ധതിയാണ്. അതിൽ എത്ര കോടി നമുക്ക് വന്നു? 44 കോടി ഓൾറെഡി സ്പെൻഡ് ചെയ്തു. 100 കോടി വരെ ആദ്യഘട്ടം തന്നെ ഇതിനുമായിട്ട് മാറ്റിവെച്ചതാണ്. ബാക്കി എത്രയുണ്ട്? എന്തുകൊണ്ട് അത് വിനിയോഗിച്ചില്ല?
എന്തവിടെ ആവശ്യങ്ങളില്ലാതെയാണ്. ഈ സാഹചര്യത്തിലാണ് സ്പോൺസർമാരുടെ സഹായത്തോടു കൂടി ഇവിടെ പലതും കൊണ്ടുവരുന്നത്. അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ സംരക്ഷണം ഇവിടെ രണ്ട് പ്രധാനമായിട്ടും ദേവസ്വത്തിന്റെ ഭൂമികളും ദേവസ്വത്തിന്റെ സ്വത്തുക്കളുടെ സംരക്ഷണവും എന്ന പോലെ ദേവസ്വത്തിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ന പോലെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധികൃതരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുള്ള സംരക്ഷണമുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള അതിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുവാൻ പുറത്തു നിന്ന് വന്നിട്ടുള്ള താമസക്കാരുൾപ്പെടെയുള്ളവരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അത് ശേഖരിച്ച് സൂക്ഷിച്ച് കൃത്യമായിട്ടുള്ള നടപടികൾ ഇൻ കേസ് ഇത്തരത്തിലുള്ള ആളുകളുടെ വർധനവും കാര്യങ്ങളിലും ഒക്കെ ഒരു നിയന്ത്രണവും എല്ലാം തന്നെ ആവശ്യമുണ്ട് ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച്. അതും ഈ പറഞ്ഞ മാതിരി നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ തന്നെയാണ്. അതിനും വേണ്ടതായിട്ടുള്ള പരിഹാരം. മറ്റൊന്ന് ഗുരുവായൂരുകാരെ സംബന്ധിച്ച് ഗുരുവായൂരുകാർക്ക് ജോലി കിട്ടാനുള്ള ഒരു മാർഗവുമില്ല. ഗുരുവായൂർ ദേവസ്വമാണ് ആകെയുള്ള അത് ഒരു വലിയൊരു ഗുരുവായൂർ ദേവസ്വത്തില് തദ്ദേശീയരായ ആളുകൾക്ക് ജോലി കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. തദ്ദേശീയർക്ക് മുൻകാലങ്ങളിൽ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് കാവൽക്കാരായിട്ടും മറ്റുമൊക്കെ ജോലി കിട്ടുമായിരുന്നു. ഇപ്പോ അങ്ങനെയല്ല. ഇപ്പോന്നല്ല, കുറച്ചു കാലമായിട്ട് അങ്ങനെയല്ല. ഭരണപക്ഷത്തിന്റെ ആളുകളുടെ റെക്കമെൻഡേഷൻ വേണം. ആ റെക്കമെൻഡേഷൻ വേണ്ടത് കൊണ്ട് മാത്രം പലരും ഈ പാർട്ടികളുടെ കൊടി പിടിച്ച് നടക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. രാഷ്ട്രീയവൽക്കരണം എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വത്തില് ഭരണപക്ഷ അപ്പോയിന്റ്മെന്റുകളാണ് കൂടുതൽ നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പോ ടെമ്പററി അപ്പോയിന്റ്മെന്റുകളൊക്കെ മാറ്റി അവരൊക്കെ ഈ ടെമ്പററി അപ്പോയിന്റ്മെന്റ് എങ്ങനെയാ വന്നതെന്നുള്ളതും കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ ഏകദേശം ഊഹിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദേവസ്വത്തിന്റെ ജോലി അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത കച്ചവടക്കാരുണ്ട് ഇവിടെ. കുറച്ച് പഴയ പോലത്തെ കച്ചവടക്കാർക്കുള്ള വരുമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഷോപ്പുകളൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് പല സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാർക്കും കച്ചവടം കൊണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച്, അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു തൊഴിൽ അവരുടേതായിട്ടുള്ള, ഇപ്പോൾ കുടുംബശ്രീ എന്നുള്ള യൂണിറ്റിന്റെ കുറിച്ചൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല പദ്ധതികളും ഇപ്പോൾ ദേവസ്വം എംപ്ലോയീസിന്റെ ഒരു സൊസൈറ്റി ഉണ്ട്. അവരുടെ ഇടയിലുള്ള ഒരു ആളുകൾക്കെല്ലാം ജോലി നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാത്ത ആൾക്കാർക്കും ജീവിക്കണമല്ലോ. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ജോലി, അതായത് ഗുരുവായൂരിനെ ബേസ് ചെയ്തുകൊണ്ട്, ഇപ്പൊ ഗുരുവായൂരൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ മറ്റ് പല സ്പിരിച്വലായിട്ട് ഏറ്റവും അറിയപ്പെടുന്ന കേന്ദ്രങ്ങളുള്ളത്. ഇപ്പൊ പാലയൂർ പള്ളി ആയാലും മണത്തല പള്ളി ആയാലും ഒക്കെ വളരെയധികം ചരിത്രപരമായിട്ടും അതുപോലെ തന്നെ ആധ്യാത്മികപരമായിട്ടും വളരെയധികം ചരിത്രങ്ങൾ പറയാനും അതുപോലെ തന്നെ അറിയാനും ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെയൊക്കെ പോകാൻ വേണ്ടി ഒരു സ്പിരിച്വൽ ടൂറിസം ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെയുള്ളവർക്ക് ഇപ്പൊ ഇലക്ട്രിക്കൽ, ഇപ്പൊ നമുക്കറിയാം ഇവിടെ വരുന്ന ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഈ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. ഇപ്പൊ പറയുന്നുണ്ട് മാസ്റ്റർ പ്ലാൻ LNTയുടെ സഹായത്തോടു കൂടി ദേവസ്വം കൊണ്ടുവരാൻ പോകുന്നുണ്ടെന്ന്. ഇതൊക്കെ നമ്മൾ കുറെ കാലമായി കേൾക്കുന്നു. ക്യൂ കോംപ്ലക്സ് വന്നിട്ട് കുറെ കാലമായല്ലോ. കാരണം കുറെ കാലമായി ഇത് പറയാൻ തുടങ്ങിയത്. പിന്നെ പറയുന്നതിനനുസരിച്ച് വരുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്നോ വന്നു പോയേനെ. മാത്രമേ ഉള്ളൂ, പ്രവർത്തനമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കാലവും വാഗ്ദാനങ്ങളായിട്ട് വരുന്നതിന്റെ ഫലമായിട്ട് ഇന്നും സ്പോൺസർഷിപ്പ് ഇല്ലാതെ ദേവസ്വത്തിന്, ഗുരുവായൂർ ദേവസ്വത്തിന് ബെഞ്ച് പോലും ഇടാൻ പറ്റുന്നില്ല എന്നാണ്. ബെഞ്ച് പോലും സ്പോൺസർ ചെയ്തിരിക്കുക എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഗോശാലയ്ക്കുള്ളിലേക്ക് ചെയർമാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം കേട്ടിട്ടുണ്ടാവും. അതായത് സ്പോൺസേഴ്സ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോ സ്പോൺസർ പലരും സ്പോൺസർ ചെയ്താണ് പല സംഗതികളും കൊടുക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിനെ സംബന്ധിച്ച് ഇഷ്ടംപോലെ സ്പോൺസേഴ്സ് വരാനും സാധ്യത കൂടുതലാണ്. എല്ലാവരും ഗുരുവായൂരപ്പനെ സ്പോൺസർ ചെയ്യുന്നതാണ്. സ്പോൺസർ അപ്പോ ഗോശാല സ്പോൺസർ ചെയ്തിട്ട് ഈ ഗോശാല നവംബറിൽ തുറന്നു കൊടുക്കുന്നു പറഞ്ഞു. ഗോശാല എവിടെയാണെന്ന് അറിയോ? ഗുരുവായൂരപ്പന്റെ നടയിൽ, കിഴക്കേ നടയിൽ കണ്ണായ ഭാഗത്താണ് ഈ ഗോശാല വരുന്നത്. സ്പോൺസർ അത് ഗോശാലയ്ക്ക് ആള് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞിട്ട് ഗോശാല നടക്കുന്നു. അത് നവംബറിൽ പൂർത്തിയാകുന്നൊക്കെ പറഞ്ഞു. ഇത് കാണാത്തത് എന്തെന്ന് ചോദിച്ചപ്പോ ദേവസ്വം ചെയർമാൻ പറഞ്ഞത്,
അവിടെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അവിടെ ഞങ്ങൾക്ക് പോലും കടക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. അപ്പൊ ഈ സ്പോൺസർമാരുടെ കയ്യിലേക്ക്, അവിടെയാണ് നേരത്തെ പറഞ്ഞ സുരക്ഷിതത്വത്തിന്റെ പ്രശ്നം വരെയും ഉള്ളത്. ഇങ്ങനെ സ്പോൺസർമാരുടെ കയ്യിലേക്ക് ഈ സ്ഥലങ്ങൾ വരെ പോകുന്നൊന്നും അവര് അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പോലും കടത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ നടക്കുന്നത്? എന്താണ് ജനങ്ങൾ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവിടെ ഉള്ളത്? എന്തുകൊണ്ട് ഇത് ചോദ്യം ചെയ്യുന്നില്ല? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ചെയർമാൻ അവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നാണക്കേടാണ് നോക്കൂ. അഡ്മിനിസ്ട്രേറ്റർ അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും വലിയ തന്റെ ഇടം കാണിക്കുന്ന ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത്? അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടുത്തെ പ്രത്യേകിച്ചും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള ലെവലിൽ അത് ചോദ്യം ചെയ്തിരുന്നു, അല്ലെങ്കിൽ അല്ല, ഇത് ചോദ്യം ചെയ്യാന്ന് പറഞ്ഞു ജനകീയ കഴിഞ്ഞാൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാം. അല്ല, നമ്മള് ഇപ്പോ ഈ ഇത്തരം കാര്യങ്ങൾ, സ്പോൺസർഷിപ്പ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെയുള്ള പല കാര്യങ്ങളും ഗുരുവായൂരിൽ നടക്കുന്നതിനെ കുറിച്ച് നമ്മൾ പലവിധ, ഇപ്പം ഗുരുവായൂർ ദേവസ്വം അഴിമതിക്കെതിരെ കഴിഞ്ഞ ദിവസം MT രമേശ് നേതൃത്വത്തിൽ വലിയൊരു സമരം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോ ഇതുകൊണ്ടൊന്നും ഇവര് നിൽക്കാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഭരണപക്ഷത്തിന്റെ ഒരു പിൻപറ്റിയിട്ടുള്ള ദേവസ്വവും അതുപോലെ തന്നെ ഈ നമ്മുടെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി, ഇപ്പോൾ MLA ആയിട്ടുള്ള NK അക്ബർ കഴിഞ്ഞ ദിവസം, ഞാൻ പറയുന്നത് ഇതൊക്കെ ഇവിടുത്തെ ഭക്തജനങ്ങൾ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല എന്നാണ്. പഴയ കാലങ്ങളെ പോലെ ഭക്തജനങ്ങൾ പൊതുവായിട്ട് എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ഒരു ആധിയിലാണ് നമ്മൾ. കാരണം എല്ലാവർക്കും ഭയം വന്നിരിക്കുന്നു. ഗുരുവായൂരിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി എടുക്കേണ്ട വിഷയങ്ങൾ നിരവധിയാണ്. ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ പുറകിൽ എന്നും സമരങ്ങളിലുണ്ട്. പക്ഷേ ഇത് ഓരോ ഭക്തനും അറിയേണ്ടതല്ലേ? ഓരോ ഭക്തനും മുന്നോട്ട് വരേണ്ടതല്ലേ? ഈ വാർത്ത കേട്ട എത്ര പേര് ഇതിനെതിരെ പ്രതികരിക്കാൻ വന്നു? അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എല്ലാവർക്കും ഭയം, അതായത് പിന്നീട് അങ്ങോട്ട് കടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടാകും എന്നുള്ളതായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനൊക്കെ സ്ഥായിയായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ഉണ്ടാകണമെങ്കിൽ അതിന് ഭാരതീയ ജനതാ പാർട്ടി അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തണം. അതിനാണ് ഇപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതല്ലാതെ ഈ മെന്റാലിറ്റിക്ക് തടസ്സം ചെയ്യാൻ, അതായത് ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ, ഗുരുവായൂരിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന അല്ലെങ്കിൽ ഗുരുവായൂരുകാരായിട്ടുള്ള ആളുകൾക്ക് പോലും സ്വന്തം അവകാശങ്ങളെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇവരെയെല്ലാം ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയും ഇത് എത്ര കാലം ഇത് കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് അവർക്കറിയെങ്കിലും ഇപ്പൊ തൽക്കാലം മിണ്ടാതിരിക്കുകയാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആ ആളുകൾ ചിന്തിക്കുന്നത് അവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ളത് കൊണ്ട്. അതായത് ഇനിയൊരു ദിവസം നമ്മുടേതായിട്ടുള്ള ഒരു സമയം വരും, ആ സമയത്തിനേക്കായിട്ട് അവർ മൗനമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് കൃത്യമായിട്ട് അറിയാം. അവരോടൊപ്പം നിന്ന് ഈ കാര്യങ്ങൾക്ക് ഒരു സ്ഥായിയായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ സമരങ്ങളിൽ ഒരു സൈഡിലും കൂടെ നടക്കും, പക്ഷെ അതോടൊപ്പം ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം, പെർമനന്റ് സൊല്യൂഷൻ ഇനി ഇല്ലാതെ പറ്റില്ല. എന്ത് പെർമനന്റ് സൊല്യൂഷൻ ആണ് ഈ അതായത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാലേ ഈ ഇതിന്റെ പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാവൂ, അങ്ങനെയാണോ ഇപ്പൊ കണക്കാക്കുക? തീർച്ചയായിട്ടും. അതായത് കേന്ദ്ര പദ്ധതികൾ, കേന്ദ്ര ഫണ്ടുകൾ മുനിസിപ്പാലിറ്റി അട്ടിമറിക്കുന്നു അല്ലെങ്കിൽ ഭരണകൂടം അട്ടിമറിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതുണ്ടല്ലോ. അതായത് ഞാൻ അതല്ലേ പറഞ്ഞ, പ്രസാദ പദ്ധതിയിൽ 100 കോടി വരെ കൊണ്ടുവരാം. 100 കോടി വരെ കൊണ്ടുവരാം. ഗവൺമെന്റ് ഇത് ആവശ്യപ്പെടുന്നില്ല, ഇല്ല, പദ്ധതി കൊടുക്കുന്നില്ല, പദ്ധതി കൊടുക്കുന്നില്ല. ആവശ്യമില്ലാതല്ല. ഞാൻ ഈ പറയുന്നത് സ്പോൺസർഷിപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അത് ഒഴിവാക്കി ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്ക് അതിൻ്റെതായിട്ടുള്ള പല സ്ഥലങ്ങളും ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഉപയോഗപ്പെടുത്തി ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ മൾട്ടി ലെവൽ പാർക്കിങ്ങുകളൊക്കെ ഇവിടെ വന്നിട്ടില്ല. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ഇതിലും സ്ഥലത്തും വന്നിട്ടുണ്ട്, ദേവസ്വത്തിന്റെ സ്ഥലത്തും വന്നിട്ടുണ്ട്. അതാരാ കൊടുത്തിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയല്ലേ, അമൃത് പ്രസാദ് പദ്ധതിയാണ്. ഈ പദ്ധതികളൊക്കെ ഇവിടെ കൊണ്ടുവരും. അതാണ് തുടക്കം മുതലേ ഞാൻ പറയുന്നത്. അല്ല, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ കേന്ദ്ര പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സുതാര്യത ഉണ്ടാവും, അല്ലെങ്കിൽ അതിനകത്ത് ഒരു കൃത്യമായ ഓഡിറ്റിംഗ് ഉണ്ടാവും. എന്നാൽ സ്പോൺസർമാരിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കുമ്പോൾ ആ ഫണ്ടിന് ഒരു സുതാര്യത ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അതിനകത്ത് അഴിമതി നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത്?
അതായത് സ്പോൺസർഷിപ്പ് നടത്തുന്നതിന്റെ ആവശ്യകത എപ്പോഴാണ് വരുന്നത്? CSR ഫണ്ടുകളോ അതല്ലെങ്കിൽ മറ്റു ഫണ്ടുകളോ ഒക്കെ വാങ്ങേണ്ടി വരുന്നത് ഇവിടെ അതിന് പര്യാപ്തമായിട്ടുള്ള തുകകളില്ലാതെ വരുമ്പോഴാണ്. ഒന്ന്. ഇനി അഥവാ സ്പോൺസർഷിപ്പിൽ വന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ നിയന്ത്രണം ആരുടെ കയ്യിലായിരിക്കണം? ഭരണകൂടത്തിന്റെ കയ്യിലാണോ? അങ്ങനെ ഇല്ല എന്നാണല്ലോ ഇപ്പൊ ഈ കഴിഞ്ഞ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടുണ്ടാകുന്നത് ചെറിയ വിഷയമല്ല, വലിയ ഗൗരവമായിട്ടുള്ള വിഷയത്തിലേക്കാണ് ഇത് പിന്നീട് പോകുക. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഭരണകൂടത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള പ്രാപ്തിയും അതിനു വേണ്ടിയിട്ട് പദ്ധതികൾ തയ്യാറാക്കാനുള്ള പ്രാപ്തിയും ഉണ്ടാകണം. അത് മുനിസിപ്പാലിറ്റി ആയാലും അതുപോലെ തന്നെ കേരള സർക്കാർ ആയാലും. ദേവസ്വത്തിനെ സംബന്ധിച്ച് ദേവസ്വം ഇപ്പോൾ ഒരു ഭരണകൂടത്തിന്റെ മെമ്പർഷിപ്പ് ഉള്ളവർക്കുള്ള ഒരു കേന്ദ്രമായിട്ട് കുറെ കാലം, കാരണം വിശ്വാസികളുടെ മാത്രം ഒരു സമിതിയല്ലല്ലോ അത് തുടരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഭരണകൂടത്തിന്റെ, അതുകൊണ്ടാണല്ലോ 10 കോടി ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് കേരള സർക്കാരിന് കൈമാറിയതും അത് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് കോടതി വിധി ഇവിടുത്തെ ബിജു മാരാത്ത് ക്ഷേത്ര രക്ഷാ സമിതിയുടെ ആളുകളും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആളുകളും ഒക്കെ പോയി വിധി അനുകൂലമായിട്ട് നേടുകയാണ് ചെയ്തത്. എന്നിട്ടും അത് തിരിച്ചു കൊടുത്തിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. ഇല്ല. ഇനി ഇപ്പോ ഗുരുവായൂരിന്റെ ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയും ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അധ്യക്ഷനും കൊണ്ട് സഹായിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുക്കാനായതിൽ ഒന്ന് അടിപ്പാത, ഗുരുവായൂർ തിരുവങ്കടം അടിപ്പാതയാണ്. ഈ അടിപ്പാതനെ സംബന്ധിച്ച് ഇവരുടെ ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ ഈ അടിപ്പാത മുനിസിപ്പാലിറ്റിയും അതുപോലെ കേരള സർക്കാരിന്റെയും സഹായത്തോടുകൂടി നിർമ്മിച്ച് പൂർത്തിയാക്കി എന്ന് പറയണമായിരുന്നു. അതിന്റെ ക്രെഡിറ്റ് കിട്ടണമായിരുന്നു. അതിനുവേണ്ടി അവരെന്താണ് ഉദ്ദേശിച്ചത് വെച്ചാൽ ഗുരുവായൂർ ദേവസ്വം പ്രോപ്പർട്ടി, ഗുരുവായൂരപ്പന്റെ സ്വത്തുക്കൾ സൗജന്യമായിട്ട് മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുക, മുനിസിപ്പാലിറ്റി അതില് കിഫ്ബിയുടെ സഹായത്തോടുകൂടി അടിപ്പാത വന്നു. ഗുരുവായൂരപ്പന്റെ സ്വത്ത് ഒരു മൈനർ പ്രോപ്പർട്ടി എന്ന നിലയിൽ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പ്രസാദ് പദ്ധതി പോലും ഇവിടെ ചിലയിടത്ത് നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള സ്റ്റാൻഡ് ഈ ദേവസ്വം എടുത്തത്. ഗുരുവായൂരപ്പന്റെ സ്വത്ത് നല്ല, ദേവസ്വം ബോർഡ് സ്വത്തെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വത്ത് ഇതെങ്ങനെ വന്നു എന്നറിയോ? ഇത് കാശ് കൊടുത്ത് വാങ്ങിയതാണ്, അല്ലാതെ സൗജന്യമായിട്ട് സ്പോൺസർ ചെയ്ത സ്ഥലം കൂടിയല്ല. അവിടെയാണ് ഇതിന്റെ കളിയിരിക്കുന്നത്. ആ സ്ഥലത്തിന് എത്ര പ്രാവശ്യം പൈസ കൊടുത്തിട്ടുണ്ട് അറിയോ? അതായത് ഓരോ പ്രാവശ്യവും ഇതിന്റെ മുകളിൽ നിയമ നടപടികൾ വന്ന് അത് സെറ്റിൽ ചെയ്യായിരുന്നു കാശ് കൊടുത്തിട്ട്, വീണ്ടും തുക വർദ്ധിപ്പിച്ചു കൊടുത്തതാണ്. അത് ആരുടെയാന്നുള്ളത് ഞാൻ പറയണ്ട, നിങ്ങളത് കണ്ടെത്തണം. ഇവിടുത്തെ ജനങ്ങള് മനസ്സിലാക്കേണ്ട വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സംഗതി ഇതിന് പുറകിലുണ്ട്. ഗുരുവായൂരപ്പന്റെ സ്വത്തും ഗുരുവായൂരപ്പന്റെ വിശ്വാസികളൊന്നും മനസ്സിലാക്കേണ്ടത്, ആരും ഗുരുവായൂരപ്പന്റെ സ്വത്തെടുത്ത് കളിക്കരുത് എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എടുക്കണം. എന്തിന്? ഗുരുവായൂരപ്പന്റെ ചുറ്റുമുള്ള അത് ഗുരുവായൂരപ്പന്റെ സ്വത്തുവകകളുടെ പൂർണ്ണമായിട്ടുള്ള വിനിയോഗം ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും ഗുണപ്രദമായിട്ടുള്ള രീതിയിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യണം. ഇത് അടിപ്പാത ഉണ്ടാക്കേണ്ടത് നമ്മുടെ എല്ലാ ആവശ്യം തന്നെയാണ്. കാരണം ഗുരുവായൂർ തിരുവങ്കടം കണക്ടിവിറ്റി ഉണ്ടാകണം. പക്ഷെ ഇതിനുള്ള പൈസ സൗജന്യമായിട്ട് എന്തിനു വിട്ടുകൊടുക്കണം? ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സ്വത്ത് എന്തിനു സൗജന്യമായിട്ട് വിട്ടുകൊടുക്കണം? ഇന്ന് അത് റെയിൽവേ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് നിർമ്മിച്ച് നൽകാന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ക്രെഡിറ്റ് ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള ചിന്ത കൊണ്ടാണ് ഇത് നേരത്തെ റെയിൽവേയോട് ആവശ്യപ്പെടാതിരുന്നത്, അല്ലേ? ശ്രീ RV ബാബു ചേട്ടൻ ഇതിനെതിരെ പ്രതികരിച്ചതിന് ശേഷം, കേസ് കൊടുത്തതിന് ശേഷം ക്ഷേത്ര രക്ഷാ സമിതിയുടെ ആളുകളും കേസ് പോയതിന് ശേഷം അതങ്ങനെ സൗജന്യമായിട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ്. നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. കാരണം ഇത് അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നാളെ എന്തിനൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരും എന്നുള്ളതൊന്നും കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതിനു വേണ്ടി മുന്നിൽ നിന്ന ആളുകളെ നമ്മൾ നമ്പിക്കേണ്ടിയിരിക്കണം. കാരണം അവര് കാരണമാണ് ഇത് തടസ്സം ചെയ്തത്. ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ നിൽക്കുന്നത് ഗുരുവായൂരപ്പന്റെ സ്ഥലത്താണ്. അത് പിന്നെ ഗുരുവായൂരിന്റെ സംരക്ഷണം ഉറപ്പാക്കേണ്ടത് ഗുരുവായൂരിന്റെ ഈ പോലീസ് സ്റ്റേഷനിലൂടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ഗുരുവായൂരപ്പന്റെ ആ ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥ കൂടി ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അത്രയ്ക്കെങ്കിലും അതിനുള്ള ഒരു
പ്രതിബദ്ധത ഇവര് കാണിക്കണ്ടേ സർക്കാർ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ പരിഹാരം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പദ്ധതി, അതായത് ഭക്തജനങ്ങളുടെ വികാരവും അവരുടെ അവകാശങ്ങളും അതുപോലെ തന്നെ തദ്ദേശവാസികളുടെ വികാരങ്ങളും അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അതിന് മനസ്സുള്ള, അതിനു വേണ്ട പദ്ധതികൾ തയ്യാറാക്കാൻ പറ്റുന്ന ആളുകളെ ഭരണം ഏൽപ്പിക്കണം. അതിലൂടെയോ അതിന് പരിഹാരം ഉണ്ടാകാൻ പറ്റുള്ളൂ. അതല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് പുറത്തു നിന്ന് ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന മേഖലയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് വികസനം കൊണ്ടുവരാനുള്ള നിറയെ ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഇപ്പൊ പറയുന്ന ബോട്ട് മാനുഫാക്ചറിങ് കൊണ്ടുവരാന്ന്, കടലെടുക്കുന്നത് തടസ്സം ചെയ്യാൻ വേണ്ടിയിട്ട് പദ്ധതി കൊണ്ടുവരുന്ന ഇപ്പോഴാണ് പറയുന്നത്. 5 വർഷം ഇപ്പൊ ഭരിച്ച MLA, അതിനു മുമ്പ് 15 വർഷവും MLA ആരായിരുന്നു? ഇടതുപക്ഷത്തിന്റെ ആയിരുന്നു. ഇവിടുത്തെ MP ആരായിരുന്നു? CPIയുടെ 2 ടേം കഴിഞ്ഞ് MP ആയിട്ട് ഇന്ത്യ സഖ്യത്തിന്റെ ശ്രീ പ്രതാപൻ, അതായത് സീനിയർ കോൺഗ്രസ് ലീഡർ തന്നെ വന്നു. അപ്പൊ ഇത്രയും കാലമൊക്കെ ഭരണത്തിന് അവസരം കിട്ടിയിട്ടും ഒന്നും ചെയ്യാത്തവർ ഇപ്പൊ കേന്ദ്രമന്ത്രി 2 വർഷം ആയിട്ടില്ല, ഇമെയിലേക്കേ ഉള്ളൂ. എന്താ ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവരുടെ ഒരു മെന്റാലിറ്റി. കാരണം ഇത്രയും സമയം കിട്ടിയിട്ടും ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള കുടിവെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം. അതുപോലെ തന്നെ നമ്മളുടെ ഒരു പരിസര ശുചിത്വത്തിന് ഭയങ്കര അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞ ദിവസം ഇതൊക്കെ. പക്ഷെ നിങ്ങളൊന്ന് പോകുമ്പോ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് 4 അടി ഇടുന്ന അവിടെ ഒരു തോട് കാണാം. ആ തോടിന്റെ അവസ്ഥയും കൂടി ഒന്ന് കാണണം. അപ്പൊ പരിസര ശുചീകരണം എന്ന് പറയുന്നത് ജനങ്ങളിൽ അടുപ്പിച്ചേൽപ്പിക്കേണ്ട മാത്രമല്ല, അതിൽ ഉത്തരവാദിത്വം സർക്കാരിന്റെ സംവിധാനങ്ങൾക്കുണ്ട്. അവര് പുറത്ത് സാധനം എറിയുകയാണെങ്കിൽ ഫൈൻ ചെയ്യുന്നു പറയുന്നു. പക്ഷേ സർക്കാർ എന്തുകൊണ്ട് ഇവിടെ മലിനജലം ഒഴുകാതിരിക്കാൻ അല്ലെങ്കിൽ ഒഴുകുന്നതിനെ ക്ലീൻ ചെയ്യാനുമുള്ള പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ശ്രദ്ധിക്കുന്നില്ല? ഇനി അപ്പോൾ സുരക്ഷിതത്വം അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ, അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ ഇപ്പോ എവിടെയാ പഠിക്കുന്നത്? പഠനത്തിന് വേണ്ടി പോലും ആകെ ശ്രീകൃഷ്ണ കോളേജ് അതല്ലെങ്കിൽ ലിറ്റിൽ ഫ്ലവർ കോളേജ് എന്നുള്ള 2 സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ആ സൗകര്യങ്ങളിൽ നിന്ന് ഇപ്പൊ ശ്രീകൃഷ്ണ കോളേജിലായാലും അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പല ആളുകളും വരുന്നു. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഓൺലൈൻ സബ്മിഷനാണ്. അതുകൊണ്ട് പല പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് പോലും പുറത്തെവിടെയെങ്കിലും ഒക്കെ പോയിട്ട് പഠിക്കേണ്ട ഒരു സാഹചര്യം. അപ്പോൾ നിലവിലെ സംവിധാനങ്ങളെ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യണം. അവിടെയായാലും നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ്റെ പോസിബിലിറ്റീസ് കുറവാണ്. അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ശരിക്കും ദേവസ്വം വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമാണ്. കാരണം ദേവസ്വത്തിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം, അത് ദേവസ്വത്തിന്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ദേവസ്വത്തിനെ അടിച്ചേൽപ്പിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. കേരള സർക്കാരിൻ്റെയും അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ സഹായത്തോടെ പദ്ധതികൾ കൊണ്ടുവന്ന് അവിടെ ഒരു പൂർണ്ണമായിട്ടും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പഠിക്കാനും എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട്, കാരണം കുട്ടികൾക്ക് അതും ഒരു വിഷയമാണല്ലോ. അപ്പോ അത് സംവിധാനങ്ങൾ ഒരുക്കണം. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം അതല്ല, ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യ മേഖലയിലാണ്. ഗുരുവായൂർ ദേവസ്വത്തിന് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് നവീകരിച്ചിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ. പക്ഷെ അതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്. പ്രത്യേകിച്ചും ഈ ഗുരുവായൂർ എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഹോസ്പിറ്റൽ ഇല്ല എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോ അതിനൊരു ബദൽ സംവിധാനം കൊണ്ടുവരാൻ ഇതിപ്പോ ദേവസ്വത്തിന് ഇപ്പോ 50 കോടി റിലയൻസിന്റെ സഹായം കിട്ടിയിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിന് വേണ്ടി, ആശുപത്രിക്ക് വേണ്ടി. അപ്പോ സ്ഥലമുണ്ട്, ദേവസ്വത്തിന് സ്ഥലങ്ങളില്ലാതില്ല. അപ്പോ ഇതൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നിലവിലെ സംവിധാനം വെച്ചിട്ട് അത് സ്പീഡപ്പ് ചെയ്ത് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഉള്ള സംവിധാനങ്ങളെ തന്നെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്തകളെ കൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് അതൊരു അടിയന്തരമായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇപ്പോ പുറത്തുനിന്ന് സഹായം തേടി അത് ചെയ്യുന്നു എന്ന് പറയുന്നതിലും ഒരു രാഷ്ട്രീയമുണ്ട്. അല്ല, ഈ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലും കേരളം മികച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷ സർക്കാർ അവകാശപ്പെടുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇത്തരം ഒരു
ഗുരുവായൂർ പോലുള്ള സ്ഥലത്ത് അതിനുള്ള സൗകര്യങ്ങൾ കുറവാന്ന് പറയുമ്പോൾ ശരിക്കും ആ അവകാശം അങ്ങനെ അല്ലാന്നല്ലേ അതിന്റെ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒരു ആയുർവേദ ആശുപത്രിയുടെ അവസ്ഥ എന്തായിരുന്നു? അവിടെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നിട്ട് അടച്ചിട്ടിട്ട് ഇപ്പൊ ഇത് നവീകരിക്കുകയാണ്. നവീകരിച്ചിട്ടും കാര്യമില്ല. ഈ തൊട്ട് ഇങ്ങനെ പോകുന്ന പണിയാണ്. കാരണം ബഡ്ജറ്റിൽ ഇപ്പൊ 30 കോടി എന്നൊക്കെ വെച്ചാലും അത് കൊടുക്കുന്നത് ആർക്കാണ്? ഇതിലും അതിലും വേറെ വലിയ കളികളൊക്കെയാണ്. അതിപ്പോ പറയുമ്പോ കുറെ പറയാനുണ്ട്. അതായത് ഇതിനകത്തെല്ലാം വൻ അഴിമതി ഉണ്ടെന്നാണ് ശരിക്കും പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഒരു സംഗതി, നമ്മളൊക്കെ അത്യാവശ്യം വീടൊക്കെ പണിയുന്ന ആൾക്കാർ, നമുക്ക് എല്ലാവർക്കും ഒരു വീട്, സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ആവശ്യമാണല്ലോ. അപ്പൊ നമ്മളൊക്കെ ഒരു വീട് പണിയല്ലോ, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് പണി ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് നേതൃത്വം നൽകുകയോ ഒപ്പം നിൽക്കുകയോ ചെയ്ത ആൾക്കാരല്ലേ. ഇപ്പൊ നമുക്ക് ഏകദേശം ഇപ്പൊ ഇത്ര സ്ക്വയർ ഫീറ്റ് ഒരു വീട് പണിയണം, എത്രയാവും ചെലവ് എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാവും. അപ്പൊ അതിന് 4 ഇരട്ടിയും 10 ഇരട്ടിയും ഒക്കെ ബഡ്ജറ്റ് വരുമ്പോ സ്വാഭാവികമായിട്ട് ചോദിക്കാം അത്രയ്ക്ക്. ഞാൻ പറയാം അത് പൊന്നുകൊണ്ടാണ് പണിയണത്, അതുകൊണ്ടാണ്. അല്ല, എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇതിനെല്ലാം ചോദ്യം ചെയ്യുന്നില്ല? നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടല്ലോ, പലയിടത്തും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, പലയിടത്തും നമ്മൾ കാര്യങ്ങൾ, അതായത് അമൃത് പദ്ധതി ഇപ്പോ 60-40 അമൃത് പദ്ധതി വരുന്നു. ഇപ്പോ ആ 60-40 നമ്മൾ കൊടുക്കുന്ന തുക തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനും പൂർത്തീകരിക്കാൻ ചിലപ്പോൾ ആ 60% തന്നെ സാധിക്കുമായിരിക്കും. പക്ഷെ അത് ഇവർ കൊടുക്കുന്ന, നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ കോട്ടുകൾ വരുന്നു, അതിൽ നിന്ന് ഇവരൊരു പ്രപ്പോസൽ വെക്കുന്നു, ആ പ്രപ്പോസൽ ഇത്രയാണെന്ന് പറയുമ്പോൾ നമുക്കത് നോക്കേണ്ട. അതൊക്കെ ഇവിടെ ഫെഡറൽ സംവിധാനത്തിൽ നമ്മൾ ഈ പദ്ധതികൾ പാസ്സാക്കി കൊടുക്കുക മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു തടസ്സം നിൽക്കില്ല. അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഇതിനെത്രയാണെന്ന് ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ പദ്ധതി പാസ്സാക്കി കൊടുക്കുക. പദ്ധതികളെല്ലാം പാസ്സാക്കി കൊടുക്കുക. അത് നമ്മൾ എത്ര ഇതിന്റെ ആയാലും, ഇപ്പൊ നമുക്കിവിടെ 1000 കോടി വരെ പ്രസാദ് പദ്ധതിയിൽ വാങ്ങിയെടുക്കാം. പക്ഷെ ഗവൺമെന്റ് പറയുന്നത് കേന്ദ്ര ഫണ്ട് വരുന്നില്ല, കേന്ദ്ര ഫണ്ട് വരുന്നില്ല, കേന്ദ്ര ഫണ്ട് വരുന്നില്ല എന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാ പിന്നെ എവിടുന്നാണ് ഈ ഫണ്ട് വരുന്നത്? കേരള സർക്കാരിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി എന്താ? എന്നിട്ടും എങ്ങനെയാണ് അവര് പല ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്നുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്. 1000 കോടി വരെ പ്രസാദ് പദ്ധതിയിൽ എടുക്കാം. 100 കോടി ആദ്യം ഗ്രാന്റ് അനുവദിച്ചു. 100 കോടി എത്രയാ വാങ്ങിയെടുത്ത് നോക്കൂ. അത് വാങ്ങിയെടുക്കാനുള്ള അവകാശമുണ്ട്. വാങ്ങിയെടുക്കേണ്ടതാരാ? അപ്പൊ കിഫ്ബിയിലേക്ക് പോകുന്നത് എന്തിനാ? അതിലൊരു വലിയ രാഷ്ട്രീയല്ലേ? ഈ കിഫ്ബി എന്താന്ന്? ഇത് സൗജന്യമായിട്ട് കിട്ടുന്നല്ലോ. ഇത് ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന കടമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കേന്ദ്ര സർക്കാർ കടമല്ലാത്ത തുക തരുമ്പോൾ അത് വാങ്ങിയെടുക്കാതെ ഇതിലേക്ക് പോകുന്നത് എന്തിനാ? സോ ഇതൊക്കെ ചർച്ച ചെയ്യാനാണെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് അധികാര കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായിട്ട്. ഇപ്പൊ നമുക്ക് കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പറയാം. ഏതെങ്കിലും ഒരു കാര്യത്തില് അഴിമതി തെളിയിക്കാൻ ഇത്രയും കാലമായിട്ട് പറ്റിയിട്ടുണ്ടോ? എന്തുകൊണ്ട് പറ്റുന്നില്ല? നമുക്കറിയാം, രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഒരു കാര്യമില്ലാണ്ട് ബഹളം വെച്ചുകൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ട് പോലും അവർക്കൊന്നും കണ്ടുപിടിക്കാനില്ല. എന്തുകൊണ്ടാ? അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ പറ്റുന്ന ആളുകളെ നിങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരൂ. നമ്മളിത് ശരിയാകും. കേരളീയർക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ ഞങ്ങൾ പറയണമെന്ന് പോലുമില്ല. ശരിക്ക് കൃത്യമായിട്ട് അവരുടെ വിവേചന ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം കൊണ്ടുവരാം. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഈ അഴിമതി പ്രശ്നങ്ങളൊക്കെ പ്രത്യേകിച്ചും ഗുരുവായൂർ പോലുള്ള സ്ഥലത്ത്, അതായത് എത്രയോ ആളുകൾ രാജ്യത്തിന്റെയും വിദേശത്തു നിന്നൊക്കെ പല സ്ഥലത്തുനിന്നും ആളുകൾ ഒരു തീർത്ഥാടനത്തിന് യാത്രയ്ക്ക് വരുന്ന, തിരുപ്പതി പോലുള്ള അതുപോലെ വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ. അവിടെ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലാണ് നടക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ അറിയുകയും ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കാൻ മടിക്കുകയും ചെയ്യുന്നു. അത് ഭയമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ളതിൽ ചേച്ചി വിശ്വസിക്കുന്നു. നാളെ ഇതിനൊക്കെ ഒരു മാറ്റം വന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ അധികാരത്തിൽ വരികയും ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരികയും ചെയ്യുമെന്നാണോ അവര് പ്രതീക്ഷിക്കുന്നുണ്ട്? ജനങ്ങൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഈ കാര്യങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന
രാഷ്ട്രീയമില്ലാത്ത, അതായത് രാഷ്ട്രീയമായിട്ടുള്ള അന്ധതയില്ലാത്ത, രാഷ്ട്രീയമില്ല എന്നല്ല, രാഷ്ട്രീയ അന്ധതയില്ലാത്ത എല്ലാ ആളുകളും ഈ ഗുരുവായൂരിന്റെ വിഷയത്തിൽ, പ്രത്യേകിച്ച് നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഗുരുവായൂരിന്റെ വിഷയം എടുത്തു പറഞ്ഞത് കൊണ്ടാണ്, ഗുരുവായൂർ വിഷയത്തിൽ വളരെ കൺസേൺഡ് ആണ് അവര്. അതോടൊപ്പം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ തന്നെ മാറ്റാൻ സാധിക്കുള്ളൂ എന്നുള്ളതും അതിന് അവർ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലുമാണ് അവര്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ 2 സീറ്റേ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയുള്ളൂ. അധികാരത്തിൽ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ എവിടെയൊക്കെയാണ് പ്രബല ശക്തിയായിട്ടുള്ളത് അവിടെ കൃത്യമായിട്ട് അതിന്റെ വികസനം നടത്തിയിട്ടുണ്ട്. അതല്ല, അതിനെതിരായിട്ടല്ല ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ 2 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്. മുമ്പുണ്ടായിരുന്നപ്പോ 2 സീറ്റുകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ എപ്പോഴാണ് എവിടെയാണ് പ്രബലമായ ശക്തിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഉള്ളത്, അവിടെയൊക്കെ CPM ആണ് മറ്റൊരു പ്രബല ശക്തിയെങ്കിൽ, അതായത് LDF ആണ് മറ്റൊരു പ്രബല ശക്തിയെങ്കിൽ, കോൺഗ്രസിന്റെ വോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. കോൺഗ്രസ് ആണ് പ്രബല ശക്തിയെങ്കിൽ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി നിൽക്കുന്ന വാർഡുകളൊക്കെ ഒന്ന് നിങ്ങൾ പരിശോധിക്കണം. അതിൽ കൃത്യമാണത്. കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ ഭാരതീയ ജനതാ പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി വ്യക്തമായ വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ ഉള്ളിടത്തും അവരെ തോൽപ്പിക്കുവാൻ, അതായത് അവർ ചെയ്യുന്ന വികസന പദ്ധതികൾക്ക് മേലെ നിൽക്കുവാൻ ഇവർക്കാവില്ലെന്നുള്ളത് വലിയ ഒരു സത്യം തന്നെയാണ്. നമ്മുടെ 2 കൗൺസിലർമാർ, ഇപ്പൊ നിലവിലുള്ള 2 കൗൺസിലർ, ശോഭ ഹരിനാരായണൻ കാലങ്ങളായിട്ട് കൗൺസിലറാണ്. അവരുടെ വാർഡിൽ അവര് പരമാവധി കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമുക്കൊരു സ്വന്തമായിട്ടൊരു MP കൂടി വന്നു എന്നുള്ളത് കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് നേരിട്ട് ചെയ്യാം. അല്ലാത്തപ്പോൾ നമ്മുടെ ഈ വാർഡുകളിലേക്ക് വികസനം എത്താതിരിക്കാൻ അവര്, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, അമൃത് പദ്ധതിയിലുള്ള കുടിവെള്ള പദ്ധതി പോലും ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പൊ ഈ ഗുരുവായൂര് ഇപ്പൊ സുരേഷ് ഏട്ടൻ കേന്ദ്രമന്ത്രിയും കൂടി ആയ സ്ഥിതിക്ക്, പ്രത്യേകിച്ച് റെയിൽവേ വികസനത്തിനുമായി ബന്ധപ്പെട്ട ആളെ, ഗുരുവായൂരിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ഒരു വലിയ വിഷയമാണ്. വളരെ കുറവ് ട്രെയിനുകൾ മാത്രമാണ് ഉള്ളത്. പ്രത്യേകിച്ചും ഈ തിരുനാവായിക്കൊക്കെ ട്രെയിൻ നീട്ടുക എന്നൊക്കെ ഉള്ളത് ഒരു വലിയ കാലങ്ങളായിട്ട് മുടങ്ങി കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ റെയിൽവേ ഗതാഗതം, അല്ലെ റെയിൽവേയുടെ ബാക്കിയുള്ള ഡെവലപ്മെന്റ് ഒക്കെ ഭാവിയിൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? ഇപ്പോ തിരുനാവായ നമ്മൾ പദ്ധതി സാധാരണ ആദ്യം അത് ഉദ്ഘാടനം ചെയ്തത് 99-ല് നമ്മുടെ UPA സർക്കാർ, കോൺഗ്രസ് സർക്കാർ വീഴുമെന്ന് ഉറപ്പായപ്പോൾ നടത്തിയ കുറച്ച് ഉദ്ഘാടന മഹാമഹങ്ങളിൽ ഒന്നാണ് ഈ ഗുരുവായൂർ കുറ്റിപ്പുറം പാതയുടെ ഉദ്ഘാടനം എന്ന് പറയുന്നത്. ആ കുറ്റി അവിടെ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഇത് കുറ്റിപ്പുറം, പിന്നീട് അധികാരത്തിൽ വന്ന അടൽജി സർക്കാരിന്റെ ഭാഗമായിട്ട് കേന്ദ്രമന്ത്രി ശ്രീ O രാജഗോപാൽജി ഈ പദ്ധതിയെ കുറിച്ച് പരിശോധിച്ചപ്പോൾ കുറ്റിപ്പുറം പാതയിനെക്കാട്ടിലും ഫീസിബിൾ ആയിട്ടുള്ള മറ്റൊന്ന് തിരുനാവായ പാതയാണെന്ന് പറഞ്ഞ് അതിലേക്ക് പോകുന്നു. ആ തിരുനാവായ പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള അക്വസിഷൻ നടപടികൾ ആരംഭിക്കുന്നു. അക്വസിഷൻ നടപടികൾ ആരംഭിച്ച സമയത്താണ് ഇതിന് തടസ്സം വന്നത്. പലയിടത്തും അതിന് തടസ്സം വന്നു. എക്വസിഷൻ നടപടികൾ നിർത്തിവെച്ച് ആ പദ്ധതിയുടെ ഓഫീസ് വരെ ഉദ്ഘാടനം അതൊക്കെ നടന്നതാണ്. ആ ഓഫീസ് അടച്ചുപൂട്ടേണ്ടി വന്നു. അങ്ങനെയാണ് ഈ പദ്ധതി വെറുതെ പൈസ അങ്ങനെ അലോട്ട് ചെയ്യുക, ഒന്നും നടക്കുന്നില്ല. അപ്പൊ കേന്ദ്രത്തിൽ ആ സർക്കാർ ആ സമയത്ത് പറഞ്ഞു, ഇത് നടക്കുന്നില്ലെങ്കിൽ ആ പൈസ വേറൊന്നിലേക്ക് വിനിയോഗിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അതൊരു ഫ്രീസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഇപ്പോൾ അത് ഡീഫ്രീസ് ചെയ്യാൻ നമ്മുടെ ശ്രീ സുരേഷ് ഗോപി അവർ തന്നെ നേതൃത്വം നൽകി അത് ഡീഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ ഡീഫ്രീസ് ഇതിന്റെ പൂർത്തീകരണം വേണമെങ്കിൽ അതിന്റെ എക്വസിഷൻ നടപടികൾ പൂർത്തിയാക്കാൻ 20% കൂടെ ബാക്കിയുണ്ട്. അത് ഇവർ ചെയ്താൽ ആ പാത വളരെ പെട്ടെന്ന് സംസ്ഥാന സർക്കാർ ചെയ്തു കഴിഞ്ഞാൽ പാത വളരെ പെട്ടെന്ന് പൂർത്തിയാകും. പിന്നെ ആ പദ്ധതി മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഇരിഞ്ഞാലക്കുട വഴി വരുന്ന മറ്റൊരു തീരദേശ പാതയെക്കുറിച്ച് കൂടി ചർച്ച നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റെയിൽവേ വികസനം പൂർണ്ണമായിട്ടും ഈ വരുന്ന 5 വർഷത്തിനുള്ളിൽ വലിയ മാറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ ട്രെയിനുകൾ അനുവദിക്കാൻ ഇപ്പൊ തന്നെ ഒരെണ്ണം പാസഞ്ചർ നിർത്തിവെക്കേണ്ടി വന്നു, യാത്രക്കാരില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടും, പിന്നെ അന്ന് കോവിഡ് കാലം വന്നിട്ടും ഒക്കെയാണ് അത് നിർത്തിവെച്ച് വീണ്ടും പുതിയ ട്രെയിൻ അത് ഇട്ടിട്ടുണ്ട്.
പക്ഷെ കണക്ടിവിറ്റി ഇഷ്യൂ നമുക്ക് പരിഹരിച്ചാൽ മാത്രമേ കൂടുതൽ ട്രെയിനുകൾ നമ്മൾ മെമോ സർവീസ് ഉൾപ്പെടെ അതിന്റെ ശ്രമം നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് വടക്കാഞ്ചേരി വഴി ഒരു ട്രെയിനിന്റെ പോസിബിലിറ്റിയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ആയാലും അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ആയാലും ഇതിനു വേണ്ടിയിട്ട് എല്ലാ പദ്ധതികളും ഞങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഫീഡ്ബാക്കുകളും എടുക്കുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം കൂടി നമ്മളവിടെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ആദ്യത്തെ 3 ആവശ്യങ്ങൾ നമുക്ക് നടപ്പിലാക്കി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി നമുക്ക് നിർവഹിക്കാനാവും. അപ്പൊ റെയിൽവേനെ കുറിച്ച് വേവലാതിപ്പെടേണ്ട. കാരണം ഗുരുവായൂരിൽ തന്നെ ഇപ്പൊ 20 കോടിയുടെ വികസന പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ 20 കോടിയുടെ റെയിൽവേ വികസന പദ്ധതി ശ്രീ മോഹന പട്ടകേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ വരാനിരിക്കുകയാണെന്നുള്ളതാണ്. വന്നല്ല, ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഗുരുവായൂർ വരും രീതിയിൽ റെയിൽവേ വികസനം ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഭക്തജനങ്ങൾക്ക് ഗുരുവായൂരിലേക്ക് എത്തിപ്പെടാൻ കുറച്ചും കൂടി സൗകര്യമുണ്ട്. ഇപ്പൊ ബസ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ട്രെയിനിൽ വരാനുള്ള, ഒരു കാലത്ത് കോവിഡിന് മുമ്പ് പസഞ്ചറൊക്കെ ഉണ്ടായിരുന്നു, കണക്ടിവിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് വൻ രീതിയിലുള്ള റെയിൽവേ വികസനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി അവകാശപ്പെടുന്നത്. ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് എന്നുള്ള 4 അസംബ്ലി മണ്ഡലങ്ങളുടെ ചുമതല ഉണ്ടല്ലോ, അതുപോലെ മുനിസിപ്പാലിറ്റികൾ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് തിരുവല്ലാമല പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ 4 അസംബ്ലി മണ്ഡലങ്ങളിലും എത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്തൊക്കെയാണ് ഭാവിയിൽ ഈ 4 അസംബ്ലി മണ്ഡലങ്ങളിൽ ഭാവിയിൽ അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പ് വരികയാണ്, 2 മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പായി, അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയപ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നല്ല പ്രതീക്ഷയിലാണ് അത്. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ തിരുവല്ലാമല പഞ്ചായത്ത് നമ്മൾ വിജയിച്ചത് വൻ ഭൂരിപക്ഷത്തോടെയാണ്. അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് മിസ്സായിരുന്നു. നമ്മൾ ഒരു 6 മാസം നമുക്ക് സമയം കിട്ടിയുള്ളൂ. കൊണ്ടാഴിയിൽ പ്രതിപക്ഷമാണ്, 1 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. അത് മാത്രമല്ല, ഇപ്പം ഒരു പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ കൂടി പരിഗണിക്കുമെങ്കിലും അസംബ്ലി ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടുക നിലവിലെ രാഷ്ട്രീയ സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളും മറ്റുമാണ്. അപ്പോൾ ചിലർ ചിന്തിക്കും CPM-ന്റെ ഇപ്പോഴത്തെ വിശ്വാസികൾക്കെതിരെയുള്ള നിലപാടുകൾ, അതുപോലെ തന്നെ അരക്ഷിതാവസ്ഥ, അതുപോലെ തന്നെ വികസനം മുരടിപ്പ് എന്ന് പറയുന്നത്, വികസനം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതെല്ലാം കേന്ദ്ര സർക്കാർ ത്രൂ ആണെന്നും അത് തന്നെ പൂർണ്ണമായിട്ടും ഇവിടെ കൃത്യമായിട്ട്, അതായത് ഒരു അപാകതകളില്ലാതെ നമ്മളിപ്പോ കോടികൾ ഇവിടേക്ക് എത്തുമ്പോൾ ആ കോടിയിൽ 1 കോടിയാണ് വരുന്നെങ്കിൽ അതിന്റെ ഇരട്ടി ഗുണമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഗുണം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള വിഷയവും അവർക്കുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം, ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ തന്നെയാണ് ഇവിടെ. അപ്പോൾ LDF-ന് പകരം UDF എന്നുള്ള ചിന്താഗതിയിലേക്ക് ജനങ്ങൾ പോകുമെന്ന്, പൂർണ്ണമായിട്ടും പോകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം UDF-ന്റെ ഭരണം എന്തായിരുന്നു എന്നും അവരുടെ നിലപാടുകൾ എന്താണെന്നും വളരെ കൃത്യമാണ്. പിന്നെ UDF-നെ പോലെയുള്ള ഒരു പാർട്ടിക്ക് LDF-ന്റെ സഹായത്തിലും അല്ലെങ്കിൽ LDF-നെ താങ്ങിയും അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇവർ രണ്ടുപേരും ഒന്നാണ്. ഈ സംസ്ഥാനം വിട്ടാൽ ഇവിടെയും ഇവരുടെ നിലപാടുകളിലെ BJP-യെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടി ഇവർ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും, കാരണം ഇപ്പൊ ശബരിമല വിഷയത്തിലായാലും ഇവർ രണ്ടുപേരും തുല്യ പങ്കാളിത്തം വഹിച്ചവരാണ് എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ തന്നെ UDF-ന്റെ പല നിലപാടുകളും അത് വിശ്വാസികളെയോ അല്ലെങ്കിൽ രാഷ്ട്രത്തിനോ സംരക്ഷണം കൊടുക്കുന്ന രീതിയിലല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പാർലമെന്റിലായാലും അതിന് പുറത്തായാലും കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതും രാഷ്ട്രത്തിനെതിരെ ഒരു നീക്കം നടത്തുന്ന രീതിയിലുള്ളതുമാണ് എന്ന് തിരിച്ചറിയുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും UDF ഒരു ബദലായിട്ട് കാണില്ല. ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA തന്നെയാണ് ഒരു ബദൽ എന്ന രീതിയിൽ അവർ ചിന്തിക്കുക. വികസന രാഷ്ട്രീയമാണ് നമ്മൾ പറയുന്നത്. വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് കേരളത്തിനെ കുറിച്ച് എന്നുള്ളത് നമ്മൾ കൃത്യമാക്കിയിട്ടുണ്ട്. ഇപ്പൊ വടക്കാഞ്ചേരിയിലായാലും ചേലക്കരയായാലും കുന്നംകുളമായാലും ഗുരുവായൂരായാലും ഈ 4 നിയോജക മണ്ഡലത്തിലും വികസനം എത്തിച്ചേരാത്ത നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോ അകമല പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം, ഒരു കനത്ത മഴ വന്നു കഴിഞ്ഞാൽ അവിടെ മണ്ണിടിച്ചില്, അതുപോലെ തന്നെ
കാട്ടാന ശല്യം, കാട്ടുപന്നികളുടെ ശല്യം, അതുപോലെ തന്നെ കോളനികളിൽ നവീകരിക്കും എന്നൊക്കെ പറഞ്ഞ് ഉന്നതികളിൽ നിന്നൊക്കെയുള്ള പേരൊക്കെ കൊടുത്താലും ഉന്നതിയിലേക്ക് അവരെ എത്തിക്കാൻ, പേര് മാറ്റിയത് കൊണ്ട് അവർ ഉന്നതിയിൽ എത്തില്ല, അവരെ ഉന്നതിയിൽ എത്തിക്കാനുള്ള പദ്ധതികൾ പോലും അട്ടിമറിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ 4 സ്ഥലം, ഇപ്പൊ കോസ്റ്റൽ ബെൽറ്റ് ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് ഗുരുവായൂർ വരുമ്പോ കോസ്റ്റൽ ബെൽറ്റ്, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉയർന്ന മേഖല. അപ്പോ ഈ രണ്ടും ഉൾപ്പെടുന്നതാണ് എൻ്റെ ഈ 4 മണ്ഡലങ്ങൾ. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് അരയ സമൂഹത്തിന് അല്ലെങ്കിൽ മത്സ്യബന്ധനം തൊഴിലാക്കി ജീവിക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട സംരക്ഷണം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും വാഗ്ദാനങ്ങൾ നൽകിയാൽ ആ വാഗ്ദാനങ്ങളൊക്കെ തന്നെ കടലാസിൽ ഒതുങ്ങുന്ന സാഹചര്യമാണ്. 1 2 കേസുകളിൽ എന്തെങ്കിലും ഒക്കെ ചെയ്ത് അത് കൊട്ടിഘോഷിക്കുമ്പോഴും ആ പൈസ പോലും വരുന്നത് കേന്ദ്രത്തിന്റെ സഹായമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിലവിൽ കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യം പോലും ഒരു 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 വലിയൊരു ഭീതിയാണ് വിവരമുള്ളവർക്ക് സമ്മാനിക്കുന്നത്. കാരണം ഇത് ഇങ്ങനെ പോയാൽ, പ്രത്യേകിച്ച് UDF ആണ് വരുന്നെങ്കിൽ ഇതിലും അവസ്ഥ മോശമാവും. സാമ്പത്തികമായിട്ട് കേരളം ഏറ്റവും വലിയ അധപ്പതനത്തിലേക്കാണ് കൂപ്പുകുത്താൻ പോകുന്നത്. സാമ്പത്തികമായിട്ട് ഏറ്റവും വലിയ ഒരു ഭീതി ജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതില്ലാതിരിക്കണമെങ്കിൽ കേരളീയരെ സംബന്ധിച്ച് ഒരേ ഒരു സൊല്യൂഷൻ തന്നെയുള്ളൂ, സ്ഥായിയായിട്ടുള്ള പരിഹാരം കൊണ്ടുവരാൻ പറ്റുന്നത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. നമ്മളത് പറയുന്നത് വികസിത കേരളം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ജസ്റ്റ് ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി കൊണ്ടുവന്ന പദ്ധതികളെ കുറിച്ചൊന്ന് വിലയിരുത്തിയാൽ മതി. ഗുരുവായൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 മാസത്തിനുള്ളിലാണ് 3 പദ്ധതികൾ നമുക്ക് ഗുരുവായൂർ കൊണ്ടുവന്നത്. ഇതേപോലെ തന്നെ ഇവരുടെ ഇപ്പൊ ഇത് നമ്മളുടെ ഒരു സർക്കാരാണ് ഇവിടെ ലോക്കലി ഉള്ളതെങ്കിൽ ഞാൻ ഉറപ്പു നൽകുകയാണ്, ഇതൊക്കെ ഈ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഒക്കെ ഈ രീതിയിലല്ല 1 മാസത്തിനുള്ളിൽ തന്നെ പദ്ധതിയിടും. ഇവിടെ ഇപ്പൊ ആളുകളുടെ കണ്ണു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്ന പോലെയല്ല, ഇതൊക്കെ അവിടെ വന്നിരിക്കും. കാരണം നമ്മൾ ഒരു 45 ദിവസത്തിനുള്ളിൽ ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഭരണം, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. പറഞ്ഞത് ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്നത് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കാണിക്കാൻ ഇന്ന് കപ്പാസിറ്റി ഉള്ള ഒരു പാർട്ടിയുള്ളൂ, അത് ഭാരതീയ ജനതാ പാർട്ടി NDA ആണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 4 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ സാംസ്കാരിക സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ഈ 4 മണ്ഡലങ്ങൾ: ഗുരുവായൂർ, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി. ഈ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ ഭാരതീയ ജനതാ പാർട്ടി പലപ്പോഴും അവഗണിക്കുന്നു എന്നുള്ളൊരു പരാതിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ എന്താ പറയുക, അവർക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിലേക്ക് അവരെ എത്തിക്കാനും അവരുടെ രംഗത്ത് എത്തിക്കാൻ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് പല ചെറിയ ചെറിയ ഇപ്പൊ ഈ പത്മശ്രീ പോലുള്ള പുരസ്കാരങ്ങളൊക്കെ സാധാരണക്കാരന് കിട്ടാൻ തുടങ്ങിയത് ഈ സർക്കാർ വന്നതിന് ശേഷമാണ്. അപ്പോൾ പക്ഷെ അത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വളരെ കൃത്യമായിട്ട് പോകുന്നുണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് അത് വളരെ കുറവാണ് പോകുന്നത് എന്നുള്ളൊരു പരാതി പൊതുവെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്താണ് പറയാനുള്ളത്? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. നമ്മളിപ്പോ കളരിപ്പയറ്റിന്റെ ഏറ്റവും വലിയ അതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിൽ അത്രയും വലിയൊരു പുരസ്കാരം നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ആയതുകൊണ്ടാണ്. അതായത് കളരിപ്പയറ്റ്, അതുപോലെ തന്നെ മാർഷൽ ആർട്സ് മാത്രമല്ല, സാധാരണക്കാരി ആയിട്ടുള്ള ഒരു ഗായികയ്ക്ക് പോലും ഇന്ന് ലോക പ്രശസ്തമായിട്ടുള്ള ഒരു പുരസ്കാരം ലഭിക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വരും കാലങ്ങളിൽ ഈ ഭാഗത്തുള്ള, ഇപ്പൊ പ്രത്യേകിച്ച് ഞാനിപ്പോ അത് വിട്ടുപോയതാണ്, നമ്മളെ ചെറുതുരുത്തി കലാമണ്ഡലം നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന്റെ വികസനവും കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ വികസനം അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കൺസെപ്റ്റിലെ മറ്റൊരു കാഴ്ചപ്പാട് കൂടി, അതായത് ഷൊർണൂർ ജംഗ്ഷൻ പോലെ തന്നെ പാലക്കാട് പോകുന്ന, കുറ്റിപ്പുറം വഴി പാലക്കാട് പോകുന്ന ട്രെയിനുകൾക്ക് ഒരു ജംഗ്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ അത് ഈ വള്ളത്തോൾ നഗറാണ് എന്നുള്ള ചെറുതുരുത്തിയോട്, അത് ആ ഒരു ഭാഗത്തേക്കുള്ള ജനങ്ങളുടെ യാത്രയ്ക്കും കൂടുതൽ ഗുണം ചെയ്യും. അപ്പൊ അങ്ങനെ പദ്ധതികൾ പലതും നമ്മൾ ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഇവിടുത്തെ സർക്കാർ കൂടി നമുക്ക് ഡബിൾ എഞ്ചിൻ സർക്കാർ ആണെങ്കിൽ അത് കൂടുതൽ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റും. അല്ലെങ്കിലും ഞങ്ങൾ അത് ശ്രമിക്കും. പക്ഷെ അത് എപ്പോഴും സാധ്യമല്ല. ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇതിലെല്ലാം
എത്തിച്ചേരണമെങ്കിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ തന്നെ വന്നേ പറഞ്ഞേ മതിയാകും. പറ്റൂ. അല്ല അപ്പൊ ഈ അപ്പൊ കലാകാരന്മാരെ സംബന്ധിച്ച് കലാകാരന്മാരുടെ എല്ലാ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റവും അറിയപ്പെടാതെ കിടന്നിരുന്ന പല കലകളെയും പ്രോത്സാഹിപ്പിക്കുകയും അവരെയെല്ലാം രാജ്യത്തിന് മുമ്പിലല്ല ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. തീർച്ചയായിട്ടും 10 വർഷം കൊണ്ട് ഇത്രയും സാധിച്ചെങ്കിൽ ഇനിയുള്ള കാലത്ത് പൂർണ്ണമായിട്ടും എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും പ്രത്യേകിച്ച് വിവിധങ്ങളായിട്ടുള്ള കേരളീയ കലകൾക്ക് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ക്ഷേത്രകലകൾ അതിനെല്ലാം തന്നെ കൂടുതൽ പ്രൊമോഷൻ തീർച്ചയായിട്ടും നമ്മൾ ഉറപ്പിക്കുകയാണ്. അതിൽ ഒരു അവഗണനയും അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തലും നമ്മളുടെ ഭാഗത്തു നിന്നില്ല. പക്ഷെ പൊതുവെ കലാകാരന്മാർക്ക് ഇവിടെ ഇപ്പോൾ നിലവിൽ രാഷ്ട്രീയ പാർട്ടി ശക്തമായിട്ടുള്ള ഒരു പാർട്ടിയുടെ ഒപ്പം നിന്നാലേ അവർക്ക് മുന്നോട്ട് പോകാൻ അല്ല അങ്ങനെ അത് കുറഞ്ഞു വരുന്നതുണ്ട്. അത് വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഇവരുടെ എല്ലാം കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള ഗ്രാൻഡുകൾ, ഇപ്പൊ നിരവധിയായിട്ടുള്ള ഗ്രാൻഡുകൾ ഫെലോഷിപ്പുകളൊക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പൊ കേന്ദ്രത്തിന്റെ ഫെലോഷിപ്പുകൾ നമ്മൾ അറിയുന്ന പലർക്കും അതൊക്കെ അവരെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. കാരണം അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ആളുകളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതൊരു ക്രീം, അതായത് ഒരു രാഷ്ട്രീയത്തിന്റെ പിൻബലമുള്ളവർക്ക് അല്ലെങ്കിൽ അവരുമായിട്ട് മന്ത്രികളുമായിട്ടും മറ്റുള്ളവരുമായിട്ടൊക്കെ പരിചയമുള്ളവർക്കോ അല്ലെങ്കിൽ അവരോടൊപ്പം സഞ്ചരിക്കുന്നവർക്കോ മാത്രമായിരുന്നെങ്കിൽ ഇന്നതെല്ലാം അവർക്കെത്തുവാൻ അവരിലേക്ക് എത്തുവാൻ അവർ ഓൺലൈനായിട്ട് പോലും അപേക്ഷ വയ്ക്കുകയും അവരെ കുറിച്ച് 4-5 ആള് റെഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ മതി. ഇതിനൊക്കെ നമുക്ക് റെക്കമെൻഡേഷൻ കൊടുക്കാനും ആ റെക്കമെൻഡേഷൻ എല്ലാം തന്നെ അവിടെ പരിഗണിച്ച് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഒരു വർഷം ഒരാളെ അല്ലേ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരാളെ പരിഗണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നിലവിൽ ബാക്കിയുള്ളവരിലേക്കും അത് എത്തിക്കാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ കേരളത്തിൽ ഇപ്പം ഞാനും കൂടി ഉൾപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗങ്ങളുടെ പ്രശ്നങ്ങളുള്ളത്. മറ്റുള്ള സംസ്ഥാനം പഞ്ചാബിലൊക്കെ ഉണ്ടെങ്കിലും ഇത് കേരളത്തിലും പഞ്ചാബിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ ഇടതുപക്ഷ സർക്കാർ അതിൻ്റെ ഒരു പല സ്ഥലത്തുകളും മദ്യഷാപ്പുകൾ തുറക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിന്തറ്റിക് ഡ്രഗ്സിനെ പോലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും അവഗണിച്ചുകൊണ്ടാണ് പോകുന്നത്. UDF സർക്കാർ പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെല്ലാം തുടച്ചു നീക്കും എന്നുള്ളത് UDF സർക്കാർ നൽകുന്ന വാഗ്ദാനമാണ്. ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് വളരെയധികം എന്താ പറയുക പുച്ഛം തോന്നുകയാണ്. കാരണം UDF സർക്കാർ ബാറുകൾ തുറക്കുന്നു, ഞങ്ങൾ മദ്യശാലകളല്ല എന്താണ് സ്കൂളുകളാണ് തുറക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ ആദ്യം കയറിയത് ആരാ? LDF ആണ്. അതെ. രണ്ടാമത്തെ അത് പറഞ്ഞ് നമ്മുടെ അറിയപ്പെടുന്ന ഫിലിം സ്റ്റാറുകളെ വെച്ചൊക്കെ പരസ്യം കൊടുത്ത് അധികാരത്തിലേറിയവരാണ് LDF. അപ്പോ ഇപ്പൊ അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പിടിച്ചിട എന്നാലും കൊടുത്തേന്നെ. കാരണം അവരെയൊക്കെ ഉപയോഗിച്ച് ജനങ്ങളുടെ അമ്മമാരുടെ മനസ്സിലൊക്കെ ആ ഒരു കാഴ്ചപ്പാട് എത്തിച്ചിട്ടാണ് ഇവര് അധികാരത്തിലേറുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ LDF ഇനി ഒന്നും കക്കാനും മോട്ടിക്കാനും കിട്ടാനില്ല. ഇനിയിപ്പോ ഇത് അധികാരം മറ്റാന്റെ തലയിൽ വെച്ചു കൊടുക്കാണ് നല്ലതെന്ന് സ്വയം വിചാരിക്കുന്നതുകൊണ്ടാണോ ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് വരെ എനിക്ക് സംശയം തോന്നുന്നുണ്ട്. ബാറുകൾ തുറക്കാൻ കാരണം ബാറുകൾ തുറക്കാനല്ല, നീട്ടി വെക്കാൻ. കാരണം ഇത്രയും ഒരു വലിയൊരു വിഷയം ചർച്ച ചെയ്ത ഒരു വിഷയം വേറെ ഇല്ല. ജനങ്ങൾ, സ്ത്രീകൾ പ്രത്യേകിച്ച് വോട്ട് രേഖപ്പെടുത്താൻ LDFന് അനുകൂലമായി അന്ന് രേഖപ്പെടുത്താൻ കാരണം ഈ ഒരു നിലപാടായിരുന്നു. പക്ഷെ ഇപ്പൊ അവർ പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ചാൽ ഇതിപ്പോ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടി നരേന്ദ്രമോദി സർക്കാർ ആണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ പല പദ്ധതികളും വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഇവരിലേക്ക് പോകുന്നു എന്നുള്ളതുകൊണ്ട് ജനങ്ങൾ പൊതുവെ അതിൻ്റെ എല്ലാം കാരണം ഇവരാണ്, ഈ കേരള സർക്കാർ പിണറായി സർക്കാർ ഭരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇന്നതൊക്കെ വരുന്നതെന്ന് ചിന്തിച്ചതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്ന് അവരും ആ ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുന്നത് കൊണ്ടാവണം ഇനി ഇതൊന്നും പ്രശ്നമില്ല. ഇതിപ്പോ മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യം ഇതൊന്നും പറഞ്ഞു വോട്ട് വാങ്ങേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഇതെല്ലാം ഇപ്പൊ ദേശീയപാത നമുക്കറിയാലോ, അതുവരെ ഇവർ കൊണ്ടുവന്നതെന്നും പറഞ്ഞിട്ടല്ലേ ക്രെഡിറ്റ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇവർക്ക് ഇനിയും വോട്ട് തേടാം എന്ന് വിചാരിക്കുന്നതായിരിക്കാം ഒരു വശം. രണ്ടാമത്തെ വശം ഞാൻ ചിന്തിക്കുന്നത് ഇനിയിപ്പോ ഇത് പോയാലും വേണ്ടില്ല, ഇനിയിപ്പോ ഒന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ പൂച്ച പോലും പോകുന്നില്ല എന്നാ പറയണത് വെച്ച് കിടക്കാൻ. ഞാൻ അതുകൊണ്ട് അതിനെയും കൂടെ അടിച്ചു മാറ്റുമെന്ന് അതിന് പേടിയാന്നാ പറയുന്നത്. അല്ല, അതാണ് വിവരമുള്ളവർക്ക് തോന്നുന്നത്. കാരണം അതാണ് അവസ്ഥ. അപ്പോ
ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഇത് ഒരു വലിയൊരു വിഷയമാണ്. കേരളം എന്തുകൊണ്ട് കേരളം നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതാണ്. കാരണം ഏറ്റവും കൂടുതൽ ഉന്നതിയിൽ നിന്നിരുന്ന ഒരു സംസ്ഥാനത്തെ തന്നെ ഇതിന്റെ കരുവാക്കും. പഞ്ചാബ് നമുക്ക് അറിയാം, അതൊരു ബോർഡർ സ്റ്റേറ്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് ഏറ്റവും വലിയ ശല്യങ്ങൾ ഉണ്ടാകുന്നത് അവിടെയായിരുന്നു. ഒരു വർഷം 311 കോടി രൂപയുടെ സിന്തറ്റിക് ഡ്രഗ്സ് ആണ് കേരളത്തിലേക്ക് ഒഴുകുന്നത് എന്നുള്ളതാണ് ഔദ്യോഗിക കണക്കുകൾ, കേന്ദ്ര ഇന്റലിജൻസ് പുറത്തുവിട്ട കണക്കുകൾ. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രം ഭരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇതിനെ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ അല്ല, ഉദ്ദേശിക്കുന്നത്? ഇതിനെ പ്രതിരോധിക്കുന്നത് കൊണ്ടാണല്ലോ ഇപ്പൊ പിടിക്കാൻ പറ്റുന്നത്. കുറെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് നിർബന്ധിതരാവുകയാണ്. വെച്ചാൽ വേറെ രക്ഷയില്ല. ഇപ്പൊ കേരള സംസ്ഥാനത്തിന്റെ നിയമപാലകരും ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ കണ്ടില്ല, കഴിഞ്ഞ ദിവസം അവര് അറസ്റ്റ് ചെയ്യാൻ നോട്ടീസ് കൊടുക്കാൻ പോകുന്ന സമയത്ത് ഏത് ഭാഷയിലാണ് ഇപ്പൊ ഒരു നിയമപാലകരനെ ഇടപെടുന്നത് എന്ന് കണ്ടില്ലേ? തീർച്ചയായിട്ടും ഇതൊക്കെ എവിടേക്കാ എത്തുന്നത്? വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങളെ പോലെയുള്ളവർ ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. കാരണം ഈ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് കണ്ട് അതിനെതിരെ ഒരു വൺമാൻ എന്താ പറയണ്ടേ, ഒരു ഫൈറ്റ് നടത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിത്വത്തിനെ കൂടിയാണ് എനിക്കിന്ന് കാണാൻ പറ്റിയത്. വളരെയധികം ഞാൻ അഭിമാനിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഈ ഒരു ലഹരിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങുന്നു എന്നുള്ളത്. ഇതൊരു വലിയ വിഷമമുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നത് മദ്യം പ്രോത്സാഹിപ്പിക്കുന്നത് മയക്കുമരുന്ന് കുറയ്ക്കാനാണെന്നൊക്കെയുള്ള ആളുകളുടെ ചിന്തയ്ക്ക് വഴിമരുന്നിടുകൂടി ഇപ്പൊ ഈ മദ്യശാലകൾ തുറക്കുന്നതിന് ഒരു ന്യായീകരണമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമാണ്, മദ്യമായാലും മയക്കുമരുന്നായാലും ഒരുപോലെ കുടുംബങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ സമ്മാനിക്കുന്ന വിഷയമാണ്. ഇതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാവണം നമ്മുടെ ലക്ഷ്യം. രണ്ടും വേണ്ട. കാരണം കേരളത്തില് കള്ളുകൂടിയന്മാരെ കണ്ടിരുന്നത് എങ്ങനെയാ? കള്ളുകൂടിയന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും മോശം ആളുകള് എന്നൊക്കെയാണ് നമ്മൾ ഈ തന്നെയാണ് ഇപ്പോ ഈ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ എന്ത് സന്ദേശമാ കേരളത്തില് ഈ സർക്കാർ ഇങ്ങനെ ചോദിക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടി ഇതിനെതിരെ എങ്ങനെയാണ് പ്രതിരോധം തീർക്കുന്നത്? അല്ല, നമ്മളിത് ഈ വിഷയത്തിനെതിരെ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ട് മദ്യശാലകൾ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ തൈക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് എത്ര സമരങ്ങൾ നടന്നു. പക്ഷേ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുണ്ടാക്കുന്ന ഒരു ട്രെൻഡ് ഭരണകൂടത്തിന്റെ ഒരു പിൻപറ്റിക്കൊണ്ട് ഒരു മാഫിയ തന്നെയാണ് ഇതിലൂടെ ഡെവലപ്പ് ചെയ്തു വരുന്നത്. ജനങ്ങൾക്ക് പ്രതികരണശേഷി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അവരെ സാമ്പത്തികമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെ അടിച്ചമർത്തിക്കഴിഞ്ഞു. അല്ല, ഈ ഒരു മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന യുവാക്കളാണ്. യുവാക്കളും വിദ്യാർത്ഥികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ. എന്തുകൊണ്ട് ഇപ്പൊ UDF-നെ സംബന്ധിച്ച് ഇപ്പൊ അവര് പറയുന്നുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും തുടച്ചു നീക്കും. അതിനു വേണ്ടിയിട്ട് അവരുടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കന്മാരുടെ പേരിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ പോലെ ആരാണ് നടത്തിയിരിക്കുന്നത്? പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ടോ? എത്ര സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തുടക്കം കുറിച്ചത് ആരാ? സേ നോ ടു ഡ്രഗ്സ് അത് പിന്നീട് കേരള സർക്കാർ അത് ഏറ്റെടുക്കുക. ഇത് തുടക്കം കുറിക്കാനാണ് ഇതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ എന്താ പറയുക ചർച്ച ചെയ്തതും ഇതിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചതും ഭാരതീയ ജനതാ പാർട്ടിയുടെ മഹിളാ വിഭാഗം തന്നെയാണ്. ഒരു കാലത്ത് നമ്മൾ നടത്തിയിരുന്ന പ്രൊട്ടസ്റ്റുകളുടെ ഫലമായിട്ടാണ് പിന്നീട് അത് സർക്കാർ വരെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. കാരണം ഇതൊരു ഗുരുതര വിഷയമായിട്ട് അവർ കാണാൻ തുടങ്ങിയത്. കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട്. നമുക്കറിയാം നമ്മൾ എന്തൊക്കെ ചെയ്യണോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സമരം കൊണ്ട് മാത്രമേ എല്ലാ കാര്യവും. സമരം കൊണ്ട് അങ്ങനെ നടക്കില്ല. കേന്ദ്ര സർക്കാർ ഇടപെടുകയും അതിനകത്ത് 311 കോടി രൂപയുടെ ഡ്രഗ്സ് കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്തിലേക്ക് ഒഴുകുന്നുണ്ടെങ്കിൽ വെരി ഡേഞ്ചർ. കാരണം അത്രയും ഗുരുതരമായ ഒരു അവസ്ഥയാണ് അതുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ നമ്മള് പലയിടത്തും നമ്മൾ നടത്തിയിട്ടുള്ള ക്യാമ്പയിനുകൾ, നമ്മള് ഒരു കാലത്ത് ഒരുപാട് ക്യാമ്പയിനുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ആൾക്കാരാണ്. അവിടെ നിന്നെല്ലാം കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പലർക്കും ഇത് അറിയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഭയമുണ്ട്. പല സംഭവങ്ങളും അവരുടെ മുമ്പിൽ കണ്ടാലും അത് അറിയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരറിയിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ XOR-Yയിലേക്ക് അത് അറിയിക്കുമ്പോൾ അതേ സമയം തന്നെ അവിടെ ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതില് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കേന്ദ്രങ്ങളെ
അറിയിച്ചു കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ കേന്ദ്രങ്ങളിൽ, വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ അത് അറിയിക്കാനും അതുമായിട്ട് മുന്നോട്ട് പോകുവാനും ഉള്ള നിർദ്ദേശങ്ങൾ എല്ലാം അത് ഉൾപ്പെടെയുള്ളത് ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകിച്ച് ഫലമായിട്ട് ചോദിക്കാൻ കാരണം ഒരു രാഷ്ട്രീയ സ്വയം സേവക സംഘിന്റെ പരിപാടികൾ ഇഷ്ടംപോലെ കേരളത്തിലെ ലഹരി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളയാളുടെ മകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഓരോ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ തീർക്കുകയാണെങ്കിൽ ഇതിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും. ഉണ്ടല്ലോ ക്യാമ്പയിനുകൾ. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ലഹരി വിമുക്ത കേരളം എന്ന് പറഞ്ഞിട്ട് നിരവധിയായിട്ടുള്ള ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതി ഒരു പ്രാവശ്യം നടന്നത്. അത് സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ തന്നെ നടന്നിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി നിരന്തരം ഇത്തരം വിഷയങ്ങളിൽ യുവമോർച്ചയുടെയും മഹിളാ മോർച്ചയുടെയും കാര്യങ്ങളിൽ ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇതാണ്. ലഹരി മുക്ത കേരളം എന്ന് പറയുന്നത് സുരക്ഷിതത്വ കേരളം എന്ന് നമ്മുടെ മുദ്രാവാക്യത്തിൽ അത് ഉൾപ്പെടുന്നു. ഉം, ഉം. സുരക്ഷിത കേരളം എന്ന് പറയുന്നത് നമ്മൾ ഉറപ്പാക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മൂന്നും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് നമ്മൾ ഉയർത്തുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയണ്ടേ, 2 വർഷം മുമ്പെയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ബാലഗോകുലത്തിന്റെ ഒരു മെയിൻ അജണ്ട അകലട്ടെ ലഹരി ഉയരട്ടെ ബാല്യവും മൂല്യവും എന്നുള്ളതായിരുന്നു. അതിനുശേഷം അതിന് മുമ്പേ ഞാൻ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല. അതൊരു വളരെ നല്ലൊരു അല്ല, അത് ഓരോ വർഷം ഒരു വർഷത്തിൽ എടുക്കുന്ന ആ തീമാണ്. ആ വർഷം മുഴുവൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിരിക്കും. അതാണ് ബാലഗോകുലത്തിന്റെ നേതൃത്വം. അതേപോലെ തന്നെ ഓരോ സംഘടനകളും ഓരോപ്പോ മാതൃസമിതി, അങ്ങനെ ഓരോ സംഘപരിവാർ സംഘടനകളും ഒരു വിഷയം, ഇപ്പൊ ഈ വിഷയം ഒരു വർഷം നമ്മളെടുത്താൽ വേറൊരു അങ്ങനെ സംഘടനകൾ ഓരോന്നും എടുത്ത് അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പുറത്ത് കാണുന്ന രീതിയിൽ ബാഹ്യമായിട്ടുള്ള ഈ സമരങ്ങളും കാര്യങ്ങളും അത് ഒരു പരിധി വരെ. അതിനപ്പുറം നമ്മുടെ പ്രവർത്തനം വേറെയുണ്ട്, ക്യാമ്പയിനുകളും മറ്റും വേറെയും നടക്കുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ നമ്മുടെ എല്ലാ എന്താ പറയുക ചെറിയ ചെറിയ കൂട്ടായ്മകളിലും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇതാണ്. നമ്മൾ പറയും കുടുംബ പ്രബോധനം എന്ന് പറയുന്ന സംവിധാനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും ഇത് തന്നെയാണ് വിഷയം. തീർച്ചയായിട്ടും അത്തരം ചർച്ചകൾ നടക്കട്ടെ. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഹിന്ദു ഏകതാ സമ്മേളനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെയൊക്കെ മാതൃ സദസ്സുകൾ വരുന്നുണ്ട്, മാതൃവന്ദനം എന്ന് പറഞ്ഞ പരിപാടികൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇത്തരം ചർച്ചകൾ തീർച്ചയായിട്ടും നടക്കണം. കാരണം നമ്മളെ സംബന്ധിച്ച് വലിയ വിപത്താണ് ഈ ഒരു സംഗതി. ഇതിനെ എതിർക്കണം. ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിനകത്ത് കഴിയട്ടെ. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇലക്ഷനൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ചേച്ചി മത്സരിക്കും എന്നുള്ള ഒരു ചർച്ചകൾ പല സ്ഥലത്തും കേൾക്കുന്നുണ്ട്. അത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പാർട്ടി എവിടെയാണ് മത്സരിക്കാൻ പറയുന്നത്, എപ്പോഴാണ് മത്സരിക്കാൻ പറയുന്നത്, അതിനനുസരിച്ച് മാത്രം നമ്മുടെ മത്സരം ഉണ്ടാവുള്ളൂ. അതല്ലാതെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മത്സരരംഗത്ത് ഇല്ലെങ്കിലും നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന മാതിരിയുള്ള ഒരു വികസനം, കേരളത്തിന്റെ വികസനം, എൻ്റെ നാടിന്റെ വികസനം. എൻ്റെ നാട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്വകാര്യ അഹങ്കാരമാണ്. നമ്മുടെ നാട് വികസനം, അതുപോലെ തന്നെ നമ്മൾ നാട് സുരക്ഷിതമാകണം. നമ്മുടെ നാടിൽ വിശ്വാസികൾക്ക് ആ വിശ്വാസങ്ങൾ ഒരിക്കലും രാഷ്ട്രവിരുദ്ധമോ അതല്ലെങ്കിൽ മറ്റൊരു മതത്തിന് എതിരെയോ ആകാത്തിടത്തോളം അതിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുവാൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഒരുപാട് നന്ദി നിവേദിത ചേച്ചി. ഭാരതീയ ജനതാ പാർട്ടിയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മുടെ വളരെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ പങ്കുവച്ചു. വികസന കാര്യങ്ങളെ കുറിച്ച് പങ്കുവച്ചു, കേരളം നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പങ്കുവച്ചു, ഭാവിയിൽ എന്തൊക്കെയാ വികസനങ്ങളാണ് വരാൻ ഉദ്ദേശിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും കൊണ്ടുപോകുക എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പങ്കുവച്ചു. അപ്പോൾ ജില മീഡിയയുടെ പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ജില മീഡിയയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ഗുരുവായൂർ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന നാടിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ഗുരുവായൂരപ്പൻ്റെ സ്വന്തം മണ്ണ്, കണ്ണൻ്റെ മണ്ണിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരോട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വക്താവ് എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം, അതുപോലെ തന്നെ ഏറ്റവും പവിത്രമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് താമസിക്കുന്നവർ മാത്രമല്ല, ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും എല്ലാവിധ സംവിധാനങ്ങളും കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ പരിശ്രമം, ഞങ്ങളുടെ എല്ലാം കൂട്ടായ പരിശ്രമം തുടർന്നും ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുവാനും അതോടൊപ്പം തന്നെ ഈ സുരക്ഷിതത്വവും വികസനവും ഒക്കെ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്കും സാധിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.
എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഇന്നിപ്പോ പരിചയപ്പെടാനും നേരിട്ട് കാണാനും, നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അറിയാം, പലപ്പോഴും പലരും പറഞ്ഞറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംവിധാനം ഒരുക്കിയതിന് നന്ദി. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.